ഹലോ, വെൽക്കം ടു സഹറാഷ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ നമ്മളൊരു ഹോൾ വീഡിയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ കൂടുതലും വ്ളോഗ്സും മേക്കപ്പ് ട്യൂട്ടോറിയൽസ് അങ്ങനെയുള്ള കണ്ടൻസാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഞാൻ ഷോപ്പിലുള്ളത് കൊണ്ട് തന്നെ ഈ ഷോപ്പിൽ നിന്ന് വിട്ട് വീട്ടിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പുറത്തുള്ള നോയ്സും ഈ ലൈറ്റ്നിങ്ങിൻ്റെ ഇഷ്യൂസ് അതെല്ലാം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. പിന്നെ കസ്റ്റമേഴ്സ് വരും, അവർ വരുമ്പോൾ അവരെ അറ്റൻഡ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് ഹെക്റ്റിക്കായിട്ടുള്ള പ്രോഗ്രാം കൊണ്ടാണ് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെയാണ് ഈ എടുത്തു വെച്ച വ്ളോഗ്സും മേക്കപ്പ് ട്യൂട്ടോറിയൽസിൻ്റെയും വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറയുമ്പോഴും അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നോയ്സാണ് കേട്ടോ. മൈക്കില്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പതിയെ ഓരോന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മളിപ്പോൾ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ നൈക്ക ഹോൾ, ടിറ ഹോൾ അങ്ങനത്തെ ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് റാൻഡമായിട്ടുള്ള പ്രൊഡക്റ്റാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു ഇന്ന പ്രൊഡക്റ്റിൻ്റെ അങ്ങനെയൊന്നുമില്ല, ഒരു റാൻഡം ഹോളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കോയമ്പത്തൂരുള്ള ബ്രൂക്ക് ഫീൽഡ്സ് മാളിൽ നിന്നും കാന്തിലാൽ എന്ന് പറഞ്ഞ കോസ്മെറ്റിക് ഷോപ്പിൽ നിന്നും മിനീസോ പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും മിനീസോ. ഇങ്ങനെ 3 ഷോപ്പുകളിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് എല്ലാം നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റ്സിലും ഓൺലൈൻ ആപ്പുകളിലും കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ്, അവൈലബിൾ ആണ്. ഇത് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷോപ്പ് ഇപ്പോൾ കാന്തിലാലിൻ്റെയൊക്കെ എല്ലാവർക്കും അറിയണമെന്നില്ല. അങ്ങനെ അറിയാത്തവർക്കായിട്ട് ഞാൻ എന്താ പറയുക, നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അഡ്രസ്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം കേട്ടോ. ഈ കാന്തിലാൽ എന്ന് പറയുന്ന കോസ്മെറ്റിക് ഷോപ്പിന് ഓൺലൈനായിട്ട് സർവീസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് കൊറിയർ ത്രൂ അയച്ചു തരും. ഇത്രയും കാലം അങ്ങനെയാണ് വാങ്ങിച്ചത്. അപ്പം ഒന്ന് കോയമ്പത്തൂർ ഒരാവശ്യത്തിന് പോയ സമയത്ത് ആ ഷോപ്പൊക്കെ കയറി ഒന്ന് വിസിറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ഒരു പാക്കേജും ഉണ്ട്. അതുപോലെ ഇതിൽ കുറച്ച് ഐറ്റംസും ഉണ്ട്, കാണുന്നുണ്ടോ. ഇത് വാങ്ങിച്ചത് മിനീസോ ആൻഡ് കാന്തിലാൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ഇത് ഞാൻ ബ്രൂക്ക് ഫീൽഡിൽ നിന്ന് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ, കാരണം ഇതിലാണ് കുറച്ച് പ്രൊഡക്റ്റ് ഉള്ളത്. ഇത് ക്വെഞ്ച് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു കൊറിയൻ സ്കിൻ കെയർ ബ്രാൻഡ് ആണ് ഈ ഒരു ലോഗോവും പാക്കിങ്ങും കേട്ടോ. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കൊറിയൻ സ്കിൻ കെയറുമല്ല, കൊറിയൻ ബ്രാൻഡുമല്ല. ഈ ബ്രാൻഡ് അല്ല ഇതിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ ഇതിനുള്ളിലുള്ളത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനുള്ളൊരു 3 ഐറ്റംസാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഇത് 3 കേട്ടുള്ളത്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആക്ച്വലി ഈ ബ്രൂക്ക് ഫീൽഡ്സ് മാളിൻ്റെ ഉള്ളിൽ ഷുഗറിൻ്റെ ഒരു ചെറിയ സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പം ഈ ഷുഗറിൻ്റെ സ്റ്റോളിൽ വന്നിട്ട് നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു, ഒരു 40% ഓഫ്. കുറച്ച് പ്രൊഡക്ട്സ് എടുത്താൽ 40% ഓഫ് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി കയറിയത്. അപ്പം അവർ പറഞ്ഞു ആ കാണുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന പ്രൊഡക്ട്സിന് മാത്രമാണ് ഓഫർ എന്നുള്ളത്. ആക്ച്വലി എനിക്ക് ആ പ്രൊഡക്ട്സിൻ്റെ നീഡില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും പർച്ചേസ് ചെയ്തില്ല. അപ്പം അവരെനിക്ക് വേറൊരു ഓഫർ തന്നു. അതായത് സെറ്റിംഗ് പൗഡറും, ഷുഗർ എന്ന ബ്രാൻഡിൻ്റെ സെറ്റിംഗ് പൗഡറും അതുപോലെ തന്നെ ഷുഗറിൻ്റെ തന്നെ ഒരു എന്താ പറയുക പ്രൈമറും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ ഈ മിസ്റ്റ് വന്നിട്ട് ഫ്രീ തരാം എന്നുള്ളതായിരുന്നു എനിക്കന്ന് ഓഫർ. അപ്പം ഞാൻ ആക്ച്വലി നോക്കിയപ്പോൾ നല്ലൊരു ഡീലാണ്. നമ്മൾ നൈക്കയിലൊക്കെ നോക്കുമ്പോൾ ഇത് 3 കൂടെ ഒരു 2000 സംതിങ് എന്തോ വരുന്നുണ്ട്. അപ്പം ഇത് എനിക്കെല്ലാം കൂടെ ഇത് 2 മാത്രം പർച്ചേസ് ചെയ്തപ്പോൾ 1400 സംതിങ് ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുക എന്ന് പറയുമ്പോൾ ആക്ച്വലി നല്ലതല്ലേ. അപ്പം അങ്ങനെ ഞാൻ ഗ്രാബ് ചെയ്തതാണ് ഈ പ്രൊഡക്റ്റ്. ഇത് ഓരോന്നായി കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് വരുന്നത് ഷുഗർ എന്ന ബ്രാൻഡിൻ്റെ ഓൾ സെറ്റ് ഗോ ട്രാൻസ്ലൂസൻ പൗഡറാണ് കേട്ടോ. ഇത് ഓൾ സ്കിൻ ടൈപ്പാണ്, കാരണം ഇതിന് പ്രത്യേകിച്ച് ഷെയ്ഡില്ല, ഒരു വൈറ്റ് ഷെയ്ഡാണ് ഇതിനുള്ളത്. ഇങ്ങനെയാണ് പാക്കേജിങ് വരുന്നത്. ഒട്ടുമിക്ക എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും അല്ലെങ്കിൽ പേഴ്സണൽ യൂസിനാണെന്നുണ്ടെങ്കിലും ഇതൊരു അടിപൊളി പൗഡറാണ്. ഇതെല്ലാ സ്കിൻ ടൈപ്പിലും ഒരു കോമ്പാക്ട് പൗഡർ വാങ്ങുന്ന പോലെ നമ്മുടെ സ്കിൻ ഷെയ്ഡ് നോക്കിയിട്ട് വാങ്ങേണ്ട കാര്യമില്ല. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മിറർ ഉണ്ട്. അതുപോലെ ചെറിയൊരു നമ്മുടെ
ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ടിർട്ടിർ ഫൗണ്ടേഷൻ, അതിൻ്റെയൊക്കെ ഒരു സംഭവം പോലെ അതുണ്ട്. പിന്നെ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ വൈറ്റ് കളറ് പൗഡർ, നമ്മൾ പോൺസിൻ്റെ ഒക്കെ പൗഡർ ഉണ്ടാവില്ല, അതുപോലൊരു പൗഡറാണത്. അത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇത് മെയിനായിട്ട് നമ്മൾ ബേക്കിംഗ് പ്രോസസ്സിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു MRP എന്ന് പറയുന്ന ഒരു 500 സംതിങ്ങോ അല്ല 649 റുപ്പീസാണ് MRP വരുന്നത് കേട്ടോ. ആക്ച്വലി MRPന്ന് ചെറിയ ഡിസ്കൗണ്ടോ അങ്ങനെ എന്തോ ആയിരുന്നു, അങ്ങനെ കിട്ടിയതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനൊപ്പം വാങ്ങിയതാണ് ഷുഗറിൻ്റെ ബേസ് ഓഫ് ഗ്ലോറി പോർ മിനിമൈസിങ് പ്രൈമർ. ഇതാണ് കേട്ടോ അതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആണ്, എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇതൊരു പോർ മിനിമൈസിങ് പ്രൈമറാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സിൽക്കൺ കൺസിസ്റ്റൻസി വരുന്ന ഒരു പ്രൈമറാണിത്. പോഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കളർ. ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ നോസിൽ വരുന്നത്. ഇതിൻ്റെ MRP എന്ന് പറയുമ്പോൾ ഒരു 600 സംതിങ്ങോ 700 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. 700 സംതിങ് ആണ് എന്തായാലും ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും പർച്ചേസ് ചെയ്തപ്പം എനിക്ക് ഈ ഒരു മിസ്റ്റാണ് ഫ്രീ കിട്ടിയത്. ഇത് ഷുഗറിൻ്റെ തന്നെ ഗ്രാൻഡ് ഫിനാലെ ഡ്യൂയി സെറ്റിംഗ് മിസ്റ്റ് ഉണ്ടോ. അപ്പം ഈ മിസ്റ്റാണ് എനിക്ക് ഫ്രീ കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മളിപ്പോൾ ഭയങ്കര നല്ല സെറ്റിംഗ് സ്പ്രേ, നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ഈ PACൻ്റെ ഒക്കെ ഒരു സെറ്റിംഗ് മിസ്റ്റ് ഉണ്ടല്ലോ, എന്താ പറയുക, ഡ്യൂയി ഫിനിഷ് വരുന്ന ഒരു വൈറ്റ് ബോട്ടിലുള്ളൊരു സെറ്റിംഗ് മിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പമ്പിങ്ങും ഭയങ്കര അടിപൊളിയാണ്. എല്ലാം ഇപ്പം നമ്മളൊന്ന് പമ്പ് ചെയ്താൽ തന്നെ ഈവൺ ആയിട്ട് എല്ലാവിടേക്കും സ്പ്രെഡ് ആവും കേട്ടോ. അല്ലാതെ ചില സെറ്റിംഗ് മിസ്റ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പാച്ച് പോലെയാണ്, ഇവിടെ ആയാലും അവിടെ ആവില്ല, അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യാറുണ്ട്. ഇത് നമുക്കിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ സ്പ്രെഡായിട്ട് വരും. അത് നല്ലൊരു കാര്യമാണ്. അപ്പം അതാണ് എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയത് കേട്ടോ. അപ്പം എന്തായാലും ലാഭമാണ്. അപ്പം ഇനി നമ്മൾ അടുത്ത പ്രൊഡക്ട്സ് കാണാം. ഓരോന്നായിട്ട് ഞാൻ മിക്സഡ് ആയിട്ട് പറയാം കേട്ടോ. ഇതാണ് ഞാൻ മീഷോയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. ഇത് ഒന്നുമില്ല, ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ഐസ് ട്രേ ഇല്ലേ, ഐസ് ട്രേ ആണ്. ആക്ച്വലി എൻ്റെ ഫ്രിഡ്ജിൽ ഐസ് ട്രേ വന്നിട്ട് താഴെ വീണ് അത് പൊട്ടിപ്പോയി. അപ്പം അത് റീപ്ലേസ് ചെയ്തതാണ്. ഇത് 2 എണ്ണം കൂടെ, ഇത് എത്ര വലുതാണ് കേട്ടോ ഇത്. ഈ 2 പാക്കും കൂടെ 200 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 2 എണ്ണം ഉണ്ട്. ഈ സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ പ്ലീസ്. അപ്പം ഇതിന് ലിഡ് ഉണ്ട് കേട്ടോ. നോർമലി നമുക്ക് ഇങ്ങനെ മാത്രമാണല്ലോ വരിക, ഇതിന് ലിഡ് ഉണ്ട്. ഇത് പോരാത്തതിന് ഈ ലിഡിൽ നമ്മൾ ഫുള്ളി ലിഡ് ഓപ്പൺ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നില്ല. ഇങ്ങനെ നമുക്കിതിവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഹോളുണ്ട്, ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് ഫുള്ളായിട്ട് സ്പ്രെഡ് ആവും കേട്ടോ, ആകും എന്നാണ് വിശ്വാസം. യൂസ് ചെയ്തിട്ടില്ല, അത് ഇപ്പോൾ പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ 2 എണ്ണം മിനീസോ 200 റുപ്പീസാണ് വേർത്ത് വരുന്നത്. മിനീസോ ഇപ്പോൾ എല്ലാവിടെയും ഉണ്ട്. പാലക്കാട് ഉണ്ട്. പാലക്കാട് ഇപ്പോൾ പുതിയ സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടാവും തോന്നുന്നു. പക്ഷെ ഞാൻ വായിച്ചത് കോയമ്പത്തൂരിൽ നിന്നാണ് കേട്ടോ. നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാം. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇത് ഈ നമ്മൾ മീഷോയിലൊക്കെ നന്നായിട്ട് സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതൊരു ടിഷ്യൂ പേപ്പറുമല്ല, ക്ലോത്തും അല്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത്. ആക്ച്വലി ഇത് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു റോളായിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ റോളായിട്ടാണ്. ഇവിടെ നമുക്കിങ്ങനെ പേപ്പർ ഇങ്ങനെ ടിയർ ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പേസ് ടിയർ ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ ലെങ്ത്തായിട്ട് വരും. ഇതുണ്ടോ, ഇങ്ങനെ ഇവിടെ സെല്ലോ ടേപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ലെങ്ത്തായിട്ട് ഒരു കർച്ചീഫ് പോലെ കിട്ടും. ഇത് നമുക്ക് കിച്ചൺ യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ് പേർപ്പസിന് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും. നോർമലി ടിഷ്യൂ പേപ്പർ 1 ടൈം യൂസ് അല്ലേ, ഇത് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്മളിതൊരു കിച്ചൺ പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോർമലി നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ക്ലീനിങ് പേർപ്പസ് ചെയ്യുന്ന സമയത്ത് അതിലെ ആ ഒരു ക്ലോത്ത് ഒരു ബാഡ് സ്മെല്ലും ഒരു ഇങ്ങനെ ഒരു പശവശപ്പ് പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. ഇതിൽ നമുക്ക് ഹോൾസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഉണങ്ങുകയും ചെയ്യും. ആ ഒരു സ്മെല്ല് അതിൽ നിൽക്കില്ല എന്നാണ് ഞാൻ
വിശ്വസിക്കുന്നത്. കാരണം ഞാൻ കുറേ വീഡിയോസിൽ ഈ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പക്ഷേ ആക്ച്വലി ഇത് ഞാൻ ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. കാന്തില എന്ന് പറഞ്ഞ ആ കോസ്മെറ്റിക് ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് അടുത്ത പർച്ചേസ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ കുറേ പ്രീമിയം ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ നാസ് ഉണ്ട്, ഹുദ ബ്യൂട്ടി ഉണ്ട്, എസ്റ്റീ ലോഡർ, ഷാലറ്റ് ടിൽബറി, അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് PAC ആണ് കേട്ടോ. നമ്മുടെ പേഴ്സണൽ യൂസിനാണെങ്കിലും അല്ലെങ്കിൽ ബ്രൈഡ്സിൻ്റെ യൂസിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് PAC എന്നുള്ളത്. അപ്പം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 2.3 എന്നുള്ള ഷെയ്ഡ് നമ്പറാണ്. ആക്ച്വലി ഇത് ഞാൻ ഒരു ബോട്ടിൽ ഇത് PAC എന്നുള്ള ബ്രാൻഡിൻ്റെ സെയിം ഷെയ്ഡാണ് കേട്ടോ. അയ്യോ, ഇത് 3.3 ആയിരുന്നു. ഞാനിപ്പോഴാണ് ഗൈസ് ഓർക്കുന്നത്. ഇത് 3.3, ഇത് 2.3 ആണ്. പെട്ടു ഗൈസ്. ആക്ച്വലി ഇതാണ് 3.3 ആണ് ഈ ഷെയ്ഡ് വരുന്നത്. ഞാൻ ഈ ഷെയ്ഡാണെന്ന് പറഞ്ഞ് എൻ്റെ ഓർമ്മയിൽ ഇത് 2.3 എന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ 2.3 പർച്ചേസ് ചെയ്തത്. ഇനിയിപ്പോൾ അതെന്താ ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഒട്ടുമിക്ക എല്ലാ സ്കിൻ ടൈപ്പിനും സ്കിൻ കളേഴ്സിനും ഇത് പോകും. അതായത് ഒരു മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് ഈ ഒരു ഷെയ്ഡ് നമുക്ക് കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു PACൻ്റെ 3.3 എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ. എൻ്റെ വേറെ ഷെയ്ഡ് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എപ്പോഴും അല്ല കേട്ടോ, ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ഫിറ്റ്മിൻ്റെ ഫൗണ്ടേഷനാണ്. ഒരു ചെറിയ ഫങ്ഷനൊക്കെ ആണെങ്കിൽ പോകുമ്പോൾ യൂസ് ചെയ്യാറുള്ളത്. അതല്ല കുറച്ച് ഗ്രാൻഡായിട്ട് പോകണമെന്ന് തോന്നിയാൽ ഈ ഫൗണ്ടേഷൻ, ഈ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനത് റീപർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത്. ആക്ച്വലി ഇത് 2.3 ആയിപ്പോയി. ഇത് റിട്ടേൺ ആക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ആക്കുന്നത്. ഇവിടെ സീൽഡാണ് കണ്ടോ. ഇത് ഓപ്പൺ ആക്കിയാൽ നമുക്കിത് റിട്ടേൺ എടുക്കില്ല. ഞാൻ നോക്കിയിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതങ്ങനെ ഒരു ഫെയിലിയർ പർച്ചേസിങ് ആയിപ്പോയി. അപ്പം ഇനി നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് കേട്ടോ കാണാൻ പോകുന്നത്. ഇത് ലാഷസ്. ആക്ച്വലി ഈ കാന്തില എന്ന് പറഞ്ഞ ഷോപ്പിൽ യൂറോ പാരീസിൻ്റെ ലാഷസാണ് ഞാൻ നോർമലി യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം ആ ലാഷസ് ചോദിച്ചപ്പോൾ അതവിടെ ഇല്ല. മീൻസ് അവർ ആ ഒരു ബ്രാൻഡ് ഇറക്കാറില്ല. അപ്പം അവർ ലാഷസ് എന്ന് പറഞ്ഞപ്പോൾ കുറേ ലാഷസ് കാണിച്ചു തന്നു. അപ്പം അതിൽ ഇങ്ങനൊരു കോംബോ ഞാൻ കണ്ടുപിടിച്ചു. ഇത് കണ്ടോ, ഇതൊരു 10 പെയേഴ്സ് ഉള്ളൊരു കോംബോ ആണ്. ഗാല എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഇത്. ഇതിന് MRP വരുന്നത് 480 റുപ്പീസാണ്. ഇതിൽ 10 പെയേഴ്സ് ഓഫ് ലാഷസ് ഉണ്ട് കണ്ടോ. നോർമലി ഇങ്ങനെ നമുക്ക് ബോക്സസിലായിട്ട് ഇത്രയും പെയേഴ്സ് ഓഫ് ലാഷസ് വരുന്ന എല്ലാ ബോക്സിൻ്റെയും ഈ ഒരു നമ്മൾ ഈ ഐ ലിഡിൽ ഒട്ടിക്കുന്ന ആ ഒരു സ്പേസില്ലേ, അവിടെ കുറച്ച് ഡാർക്ക് ആയിരിക്കും. ഐ മീൻ കുറച്ചും കൂടെ തിക്കുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ ഒരു ലാഷസിന് ഒരു ഫേക്ക്നെസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ യൂറോ പാരീസിൻ്റെ ലാഷസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റത്ത് തിക്നെസ് ഉണ്ടാവില്ല. ഒരു പ്ലാസ്റ്റിക് ഒരു ലൈൻ പോലെ നമുക്ക് ഉണ്ടാകും. അത് ഉണ്ടാവാറില്ല. അതൊരു ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് യൂറോ പാരീസിൻ്റെ ലാഷസ് നോർമലി ഉള്ളത്. അതേപോലെയാണ് ഈ ഒരു ലാഷസിൻ്റെയും. ഇത് കണ്ടറിയും. ഈ ഒരു പാർട്ട് കണ്ടോ, ഇവിടെ ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പം ഞാൻ ഇതൊന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാല എന്നാണ് ബ്രാൻഡ്. നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ അവിടെ ആക്ച്വലി കുറേ ലാഷസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ബ്രാൻഡ്സിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ലാഷസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു വേർക്കുന്നുണ്ട്. അപ്പം ഈ ഒരു യൂറോ പാരീസിൻ്റെ സിമിലർ ആയിട്ട് കണ്ടപ്പോഴാണ് ഞാനത് പർച്ചേസ് ചെയ്തത്. അല്ലാതെ അത് വലിയൊരു ബ്രാൻഡോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ആയതുകൊണ്ടല്ല കേട്ടോ. ഇനി നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ 22 ഓൾവേസ് ക്ലാസി എന്ന് പറയുന്നതാണ് ഷെയ്ഡ്. 22 ആണ് നമ്പർ വരുന്നത്. ഇത് 24 hours നോൺ ട്രാൻസ്ഫർ മാറ്റ് ലിപ്സ്റ്റിക് എന്നാണ്. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഇത്രയും മാറ്റായിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഉണ്ടാകും മേ ബി, പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഒരു ക്ലാസി പാക്കേജിങ് ഉണ്ട്. ഒരു ഗോൾഡൻ ഷെയ്ഡിലൊരു ക്ലാസി പാക്കേജിങ് ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇങ്ങനൊരു കാണുന്നുണ്ടോ, ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അടിപൊളിയായിട്ട്. ഇപ്പം ഞാൻ ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ ഇതൊരു
പെർഫെക്റ്റ് മാച്ചാണ്. കാണുന്നുണ്ടോ? നല്ല ഷെയ്ഡല്ലേ? എനിക്ക് ഇട്ടപ്പോഴും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, മാറ്റ് ഫിനിഷ് ആണ്, എല്ലാം ആണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 280 റുപ്പീസാണ് കേട്ടോ. അതായത് 280 റുപ്പീസാണ്. ആ ഒരു പ്രൈസിന് ഇത് ഭയങ്കര വേർത്താണ്. ഇനി ഞാൻ അടുത്തൊരു പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. കണ്ടോ? സ്റ്റിക്കുകൾ. അതായത് ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ സ്റ്റിക്കുകൾ, ഇതൊരു നോർമൽ വുഡൻ സ്റ്റിക്കാണ്. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു വുഡൻ സ്റ്റിക്കാണ്. ഒരറ്റം ഇങ്ങനെയും ഉണ്ടാകും, ഒരറ്റം ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായിരിക്കും ഉള്ളത്. ഇതെന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ബ്രൈഡ്സിനെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ലൈൻസ് ഇട്ട് കൊടുക്കുമല്ലോ. ആ ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട് ഈ ലൈൻസ് ഇടുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മളൊരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പം സെക്യൂർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ രണ്ട് ഇറുക്കിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൈൻസ് ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് യൂപ്പിന് വെച്ച് ചെയ്താലും മതി. അങ്ങനെയാണെങ്കിലും കിട്ടും, ഇങ്ങനെയാണെങ്കിലും കിട്ടും. പിന്നെ ഞാൻ കണ്ടപ്പം വാങ്ങിയെന്ന് മാത്രം. ഇതിൻ്റെ ഒരു പ്രൈസ് 25 റുപ്പീസാണ് ഫോർ 6 പീസസ് കേട്ടോ. 25 രൂപയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ഇതാണ് ഇൻസൈറ്റ് സൂപ്പർ കാജൽ. 24 ഹവേഴ്സ് ലോങ് സ്റ്റേ, നോൺ ട്രാൻസ്ഫർ പ്രൂഫ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. കണ്ടോ? പാക്കേജ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഷാർപ്നർ കൂടെ ഫ്രീ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത്, പ്രൈസ് എന്താണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് താഴെ കൊടുക്കാം കേട്ടോ. അപ്പം ഇത് ഞാൻ അൺബോക്സ് ചെയ്തു കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ സൂപ്പർ കാജൽ എന്നാണ് ഇത് ഉള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇൻസൈറ്റിൻ്റെ സിമ്പിളുള്ള ഒരു ഷാർപ്നർ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇൻ കേസ് ഇത് എന്താ പറയുക, ഈ സംഭവം നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഷാർപ്പ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെ ആക്ച്വലി ഇത് നന്നായി സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഫുള്ളായതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പം ഇതാണ് സംഭവം. ഇത് നമുക്ക് ഷാർപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി ഐസിലിടുമ്പോൾ ഇത് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പം അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാവൽ പർപ്പസിന് വേണ്ടിയിട്ട് പോൺസിൻ്റെ ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഹൈഡ്രേറ്റഡ് ഗ്ലോ എന്ന് പറയുന്ന നോൺ സ്റ്റിക്കി ഒരു ചെറിയൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ, എന്നാലും ഇത് ചെറുതാണ് ഒന്നാമത്തെ കാര്യം. ഒരു 1 ഡേ പർപ്പസിന് ഇത് മതി എന്നുള്ളതുകൊണ്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സെക്ഷൻ ക്ലിപ്സ്. ഇതൊരു ഇത്രയും പെയർ ഓഫ് സെക്ഷൻ ക്ലിപ്പിന് 72 റുപ്പീസാണ് വരുന്നത്. ആക്ച്വലി നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോഴും എല്ലാത്തിലും ഇതിനേക്കാളും പ്രൈസ് വരുന്നുണ്ട്. ഒരു 4 പീസിനൊക്കെ ഒരു 200 അങ്ങനെ വരുന്നുണ്ട്, 150 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത് 72 റുപ്പീസിന് ഇത്രയും പീസ് നമുക്ക് സെക്ഷൻ ക്ലിപ്സ് അവൈലബിൾ ആണ്. അപ്പം സെക്ഷൻ ക്ലിപ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇൻവിസിബിൾ യൂപിൻസ് എന്ന് പറയും. നമ്മൾ നോർമൽ യൂപിൻസിനേക്കാളും ഭയങ്കര തിന്നായിരിക്കും, അതുപോലെ തന്നെ ഇൻവിസിബിൾ ആയിരിക്കും, അതുപോലെ ഫ്ലെക്സിബിളും കൂടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാനായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. അത് പിന്നെ സേഫ്റ്റി പിൻസ്, നോർമൽ സേഫ്റ്റി പിൻസ്. ഇതൊരു 30 mm സേഫ്റ്റി പിൻസ്, അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഐലാഷ് ഗ്ലൂ ആണ് കേട്ടോ. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ അല്ലെങ്കിൽ മിസ് ഗ്ലെയറിൻ്റെ ഐലാഷ് ഗ്ലൂ ആണ്. അത് രണ്ടും അവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് വാങ്ങിയിട്ടുള്ളത്. ഫുള്ളായിട്ട് എൻ്റെ കയ്യിലുള്ളത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇൻസൈറ്റിന് ബ്രാൻഡിൻ്റെ തന്നെ ഐലാഷ് ഗ്ലൂ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു MRP എന്ന് പറയുമ്പോൾ ഒരു 200 സംതിങ് എന്തോ ആയിരുന്നു. 210 റുപ്പീസാണ് കേട്ടോ. അതെ, 210 റുപ്പീസാണ് ഈ ഒരു ഐറ്റത്തിന് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ മാക്സിമം എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഷോപ്പ് അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കയറി ചെക്ക് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം നമുക്ക് ഇതുപോലത്തെ കുറേ ഹോൾ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ മേക്കപ്പ് ട്യൂട്ടോറിയൽസും അങ്ങനെ കുറേ കണ്ടന്റുകൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്.
ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതൊക്കെ എല്ലാ യൂട്യൂബേഴ്സും പറയാറുള്ളതാണ്, എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.